നമ്മുടെ അതിഥിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. നജീബ് കുറ്റിപ്പുറമാണ് ഇന്ന് നമ്മുടെ അതിഥിയിൽ നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. ഈ ഓഗസ്റ്റ് മാസം കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിൽ നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു. ആ വീടുകൾ നഷ്ടപ്പെട്ട സമയത്ത് കേരളത്തിലെ എല്ലാ മനുഷ്യരും ജാതിമത ചിന്തകൾക്കപ്പുറത്ത് മനുഷ്യരായി ഒന്നിച്ചെന്ന് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രളയത്തിലകപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടുത്തിയത്. തകർന്ന വീടുകൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അന്ന് എത്തിച്ചു കൊടുത്തത്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് അന്ന് നടന്നത്. അന്ന് രൂപപ്പെട്ട വലിയൊരു കൂട്ടായ്മയാണ് ആക്ടോൺ. ആക്ടോണിൻ്റെ നേതൃത്വത്തിൽ ഈ നിളയോരത്ത് തകർന്ന ഒരു വീട് പുനർനിർമ്മിച്ചത് കഴിഞ്ഞ ദിവസമാണ്. എങ്ങനെ തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ടോ? നമ്മളുടെ സാന്നിധ്യം ഏതെങ്കിലും വിധത്തിലൊരാൾക്ക് സന്തോഷം നൽകുക എന്നുള്ളതാണ് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ അതിലിടപെടുക, അതിൽ നമ്മൾ സ്വയം തൃപ്തരാവാൻ ശ്രമിക്കുക, അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. അത്തരമൊരു ഒരു വീട്ടിലേക്കൊരു ഗൃഹപ്രവേശം നടക്കുമ്പോൾ ആ ഒരു നല്ല ഒരു സമയത്ത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ, സാമൂഹിക പ്രവർത്തകരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ആർഭാടമായൊരു ചടങ്ങിനപ്പുറത്ത് ഒരു സംഗീതവും പാട്ടും ആഘോഷവും ഒക്കെ ആക്കി നടത്തണമെന്നുള്ള ബോധപൂർവമായ തീരുമാനമായിരുന്നത്. ഇല്ല, നമ്മൾ പുതിയ കാലത്ത് ഒരുമിച്ചിരിക്കാനുള്ള ഏത് സാഹചര്യവും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല വഴി. മനുഷ്യർ തമ്മിൽ ഏറ്റവും അടുത്തിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. അതിന് നമ്മൾ ഇപ്പോൾ കല്യാണങ്ങൾ അല്ലെങ്കിൽ അത്തരം പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം ഒരുക്കാറുണ്ട്. ഭക്ഷണം നമ്മൾ വായിലേക്കുള്ള അന്നം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ പരസ്പരം അടുത്ത സുഹൃത്തുക്കളെ കാണുമ്പോൾ കണ്ണിന് നല്ല അന്നം ലഭിക്കുന്നു. പുഴയുടെ തീരത്തിരിക്കുമ്പോൾ ആ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ അത് കണ്ണിനുള്ളൊരു അന്നമാണ്. നല്ല സംഗീതം കേൾക്കുന്നത് കാതിനുള്ള അന്നമാണ്. എല്ലാ അവയവങ്ങളോടും നീതി പുലർത്തുക എന്നുള്ളത് ഇത്തരം സന്തോഷകരമായ സാഹചര്യങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു പ്രധാന കാര്യം. അതൊരു വലിയ പരിപാടി എന്നുള്ളതിലുപരി ഈ ഒരു മേഖലയിൽ മുഴുവൻ അത് ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ശരിക്കും നമ്മുടെ ഈ ആക്ടോൺ പോലെ തന്നെ കേരളത്തിൻ്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നിരവധി കൂട്ടായ്മകൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത്. അത് ഒരു പ്രത്യേകമായ എന്തെങ്കിലും പ്രചോദനത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ആരെങ്കിലും ആജ്ഞാപിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു ചേർത്തതോ ഒന്നുമല്ല. ഒരു സ്വയം ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെയുള്ള ഇതുപോലെ നല്ല മനുഷ്യർ ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ടാണ് അന്ന് ഈ പ്രളയകാലത്ത് കേരളത്തിൽ പുതിയ ഒരു കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി വലിയൊരു ശ്രമം നടത്തിയത്. ഒരുപക്ഷെ ഇപ്പോൾ നജീബ് സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ആ പ്രളയകാലം കഴിഞ്ഞു അവരൊക്കെ അവരുടേതായ തലങ്ങളിലേക്ക് മാറിപ്പോകുന്ന അത്തരം ആളുകളെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കൂട്ടായ്മകളുടെ പേരിൽ അവരെ ഒരുമിച്ചിരുത്താനോ ഇത്തരത്തിൽ സംസാരിക്കാനോ ഒക്കെയുള്ള വേദി ഒരുക്കി അവരെ ആ ഒരു നന്മയുടെ തലത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ആവശ്യം. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റിപ്പുറം പഞ്ചായത്തിലെ പേർശനൂർ എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ ഒരു 76 വയസ്സുള്ള ഒരു ഉമ്മ ഈ ക്യാമ്പ് പിരിച്ചുവിട്ട് തിരിച്ചു പോകുമ്പോൾ അവർ പറഞ്ഞത്, മോനെ പ്രളയം ഇല്ലെങ്കിലും ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് കൂടിയിരിക്കാനുള്ള ഒരു അവസരം ഒരുക്കണം കേട്ടോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ 76 വയസ്സായ ആ ഉമ്മയുടെ മനസ്സിൽ 3 ദിവസം ആ ക്യാമ്പിൽ മനുഷ്യരെല്ലാം ഒരുമിച്ചിരുന്നപ്പോൾ ഉണ്ടായ സന്തോഷവും സംതൃപ്തിയും ചെറുതല്ല. അവർക്ക് വന്ന ദുരിതങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികളെക്കുറിച്ചോ അല്ല അവർ ചിന്തിക്കുന്നത്. മനുഷ്യർക്ക് ആവശ്യമാണ്. പണ്ടൊക്കെ നമ്മൾ കൂട്ടമായ കുടുംബ ജീവിത വ്യവസ്ഥയിൽ നിന്ന് മാറി ചുരുങ്ങി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനനുസരിച്ച് നമ്മൾ കൗൺസിലിംഗ് സെൻ്ററുകൾ വ്യാപിച്ചു, മാനസിക പ്രശ്നങ്ങൾ വ്യാപിച്ചു, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. അപ്പോൾ മനുഷ്യർക്ക് നല്ല ലിസണറില്ല, ഒന്ന് കേൾക്കാനുള്ള ആളുകളില്ല. അപ്പോൾ ഈ കൂട്ടങ്ങൾ കൂടിയിരിക്കുമ്പോൾ പരസ്പരം നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ടായ അവസരങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിനുള്ള വേദികൾ ഒരുക്കുക, ഏത് സന്ദർഭങ്ങളിലായാലും ഒരുക്കുക. ഇപ്പോൾ കല്യാണമാണെങ്കിലും ഒരുക്കാം, കുടുംബങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. ഇപ്പോൾ പുസ്തക പ്രകാശനങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലും പുഴയിലൊക്കെ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ആളുകൾ ഇങ്ങനെ കൂടിയിരുന്നിരുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്
കുറവാണ്. അപ്പം അതിലേക്ക് വരിക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ യുവാക്കളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അവർക്ക് സ്പേസ് ഇല്ല. ഈ സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ ആക്ടോണിൻ്റെ വീട് താമസത്തിനൊക്കെ ഒരു 90% യുവതികളാണ്. അപ്പോൾ അവർക്ക് നാട്യങ്ങളില്ല, കാപട്യങ്ങളില്ലാതെ അവർ തയ്യാറാണ്. പ്രളയ സമയത്ത് നമ്മൾ അനുഭവപ്പെട്ടത് അത് തന്നെയാണ്. അവസരം കിട്ടിയപ്പോൾ അവരത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷെ അവസരങ്ങൾ ഉണ്ടാവണം. ഈ പാലിയേറ്റീവ് ക്ലിനിക്കുകളിലുള്ള സ്റ്റുഡൻസ് വിങ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ആ കുട്ടികളിലെ നന്മ, അവരുടെ ഉള്ളിലെ ഒരു നനവ്, വെളിച്ചം എന്നൊക്കെ പറയാലോ, അത് ഭയങ്കരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാരുണ്യ സേവന മേഖലയിൽ ആളുകൾ ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികളിൽ അത്ഭുതകരമായ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഭാവി തെളിച്ചുള്ള ഭാവി തന്നെയാണ്. ഇപ്പോൾ ഈ വ്യത്യസ്ത മേഖലകൾ, പൊതുവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്ന ഒരാളാണ്. ഇപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ ഇപ്പോൾ ഈ ആക്ടോൺ ഉൾപ്പെടെയുള്ള ഇതുപോലെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന അങ്ങനെ ഒരുപാട് നിരവധി പ്രവർത്തനങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ, യുവാക്കൾ, വളരെ അശരണരായ ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, രോഗികൾ, ഇത്തരം ആളുകളിലൊക്കെ വിവിധ തരങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പല മേഖലകളിലും നടക്കുന്നുണ്ട്. ഇവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുപോലെയുള്ള ഒരു പ്രതീക്ഷയുടെ നോട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഞങ്ങളിലേക്ക് കടന്നു വരണമെന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഏത് മേഖലയിലുള്ള ആളുകളാണ്? കുട്ടികൾ തന്നെയാണ്, വിദ്യാർത്ഥികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അവരുടെ മുന്നിൽ നമ്മൾ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നിന്നേ പറ്റൂ. കാപട്യങ്ങളുടെ ലോകം അവർക്ക് ഇഷ്ടമല്ല. ഇപ്പം മുമ്പൊക്കെ ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരു മറയിലിരുന്നിട്ടാണ് സംസാരിക്കുക. അപ്പോൾ നമ്മളൊക്കെ കോളേജ് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതല്ല, ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് അവർ പലയിടത്തും പോകുന്നുണ്ട്, കംഫർട്ടാണ് അവരിൽ നിന്ന് മോശമായ ഒരു സമീപനം വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാപട്യമുള്ള സമീപനം നമ്മളുടെ ഭാഗത്തുനിന്നും അവരിലേക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത്രയും പ്യൂറാണ്, കുറേയൊക്കെ പ്യൂറാണ് അവരുടെ. അതാണല്ലോ ഇപ്പോൾ ഈ പ്രളയകാലത്തൊക്കെ ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നജീബിക്ക ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ ഒരുപാട് സഞ്ചരിക്കുന്നയാളാണ്. അപ്പോൾ യാത്രകളുടെ വലിയൊരു അനുഭവമുള്ള ഒരാളാണ്. ഇത് ഒരു യാത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണോ പലപ്പോഴും നടക്കാറുള്ളത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് എപ്പോഴും ഒരു ചീഞ്ഞ മണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരിടത്ത് മാത്രം ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അതത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ യാത്രകളിൽ നമ്മൾ പല കാഴ്ചകൾ കാണുന്നു, പല ആളുകളെ നമ്മൾ നല്ല മനുഷ്യരെ കാണുന്നു. ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, ഏതോ തരത്തിലുള്ള എന്തോ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹിയിലെ കുത്തുബ് മിനാറിനടുത്തൊരു ചേരി പ്രദേശമുണ്ട്. അവിടെ ഒരിക്കൽ ഞാൻ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ ജുമായുടെ സമയം വന്നപ്പോൾ ആ പള്ളിയിൽ കയറി. എൻ്റെ കൂടെ 2 കുട്ടികളും ഉണ്ട്, 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും മക്കളെ ഞാൻ കാണിച്ചിട്ടുണ്ട്, എവിടെയാണ് പോകുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കുട്ടികളെ അവിടെ നിർത്തിയിട്ട് ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. അപ്പോൾ ഈ ചേരി പ്രദേശമാണ് അവിടെ. അപ്പോൾ നിസ്കരിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുട്ടികളെ കാണാനില്ല. അപ്പോൾ വളരെ അസ്വസ്ഥതയോട് കൂടിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ആ ചേരിയിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു കട്ടലിൻ്റെ മുകളിൽ കുട്ടികൾ 2 ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേരിയിലുള്ള സ്ത്രീകൾ ഈ കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ കുട്ടികളെ കൈപിടിച്ച് അവരവിടെ കൊണ്ടേ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ലം ഏരിയയിലൊക്കെ ഉള്ള ആളുകളെക്കുറിച്ച്, ചേരിയിൽ താമസിക്കുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ഏറ്റവും മോശപ്പെട്ടവർ എന്ന ഒരു ധാരണയിലാണ് നമ്മളൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ ജീവിക്കുന്നവരും ഈ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ്. ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മൾ അവിടെ ചെന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് മനുഷ്യർ. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്കില്ലാതെ പോകുന്ന കുറേ സാധനങ്ങൾ ആരും പറയാതെ കാണാതെ കിടക്കുന്ന ഇത്തരം ആളുകളിൽ നിന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേരളത്തിൽ വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചോ, പല ആളുകളും അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയും. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചൊക്കെ അത്തരത്തിൽ അവരത്ര സംസ്കാരമില്ലാത്തവരാണ്, അവർ ഒരു ഭയപ്പാടോടുകൂടിയോ മറ്റോ അവരെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ട്. കേരളത്തിലെ ആളുകൾ നല്ല സംസ്കാര സമ്പന്നരാണ്, 2-3 പ്രാവശ്യം കുളിക്കുന്നവരാണ്. ആ തരത്തിലാണ് പൊതുവെ പരിചയപ്പെടുത്താറുള്ളത്. പുറത്തുള്ള ആളുകൾ അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ ഈ യാത്രയിലുടനീളം
ഇത്തരമൊരു പിന്നെ ഒരു ഇങ്ങനെ അവരുടെ ഒരു സാംസ്കാരിക പരിസരത്ത് നോക്കുമ്പോൾ അവരും മലയാളികളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? ഈ നല്ല വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ പിന്നെ നല്ല പെർഫ്യൂം ഉപയോഗിക്കുക, നല്ല വീട്ടിൽ താമസിക്കുക, നല്ല കാറിൽ യാത്ര ചെയ്യുക എന്നുള്ളതല്ല സംസ്കാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബീഹാറിലെ കട്ടിഹാർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഒരിക്കൽ ആ റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു ജംഗ്ഷനാണ് കട്ടിഹാർ. അപ്പോൾ ഞാൻ ട്രെയിൻ ഇറങ്ങി 3 മണിക്കൂർ സമയമുണ്ട് അടുത്ത ട്രെയിനിൽ കയറാൻ. അപ്പം വെറുതെ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്ന് കുറേ നടന്നൊക്കെ ഇങ്ങനെ പോവാം. അപ്പോൾ വളരെ നഗ്നനായ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. മാനസികമായിട്ട് വിഭ്രാന്തിയുള്ള ഒരാളെന്ന് നമ്മൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ മുണ്ട് മാത്രമേ ഉള്ളൂ അയാളുടെ അരയിൽ മാത്രം. അപ്പം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അയാൾ നഗ്നനാണ്, അയാൾ പിന്നെ എന്തോ പ്രതിസന്ധിയിൽ നടക്കുന്ന ഒരാളാണെന്ന് കരുതി ഞാൻ വേഗം ബാഗിൽ നിന്ന് ഒരു പാൻറ്റും ഒരു ബനിയനും എടുത്തിട്ട് അയാൾക്ക് നേരെ നീട്ടി. അപ്പോൾ മൂപ്പര് എന്നെ ഒന്നിങ്ങനെ നോക്കി, അടിമുടി ഇങ്ങനെ നോക്കിയിട്ട് വളരെ പുച്ഛത്തോടു കൂടി ചിരിച്ചങ്ങോട്ട് പോയി. എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാനാണ് നഗ്നൻ എന്നാണ്. അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ സംസ്കാരമുള്ളവരാണെന്ന്. നമ്മൾ നമ്മളുടെ വീട്ടിൽ എത്രമാത്രം മാന്യമായി പെരുമാറുന്നുണ്ട്, നമ്മുടെ അയൽവാസികളോട് എത്രമാത്രം മാന്യമായി പെരുമാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർ വേറെ എവിടുന്നോ വന്ന നമ്മളുടെ ഒരു വട്ടത്തിനകത്ത് മാത്രമാണ് നമ്മളുടെ ലോകം. അപ്പോൾ അപ്പുറത്തുനിന്ന് വരുന്നവരൊക്കെ സംസ്കാരശൂന്യരാണെന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവാം, എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മൾ ശരിക്കും പ്രാകൃതരാണല്ലോ മനുഷ്യർ. പിന്നെയാണല്ലോ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ടാണല്ലോ അതൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും, അതെല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ രൂപപ്പെടുന്നത് പോലെ ഇത്തരം കൂട്ടായ്മകൾ, നിരവധി സംഘടനകൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ വ്യാപകമായി നടക്കുന്നൊരു സ്ഥലമാണ് കേരളം. ഉത്തരേന്ത്യയിലൊക്കെ പൊതുവെ ഇത്തരം ഗ്രാമങ്ങളിലോ അതല്ലെങ്കിൽ പിന്നെ ഇത്തരം ചേരി പ്രദേശങ്ങളിലൊക്കെ വേണ്ടത്ര ഇതുപോലെ സർക്കാർ സംവിധാനങ്ങളൊക്കെ പലപ്പോഴും അപര്യാപ്തമാണ്. അവർക്ക് എത്തിച്ചേരാനോ അല്ലെങ്കിൽ ഇത്തരം കുറവുകൾ നികത്താനോ ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ കാണും. ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ കൈകളാണ് അവിടേക്ക് എത്തേണ്ടത്. അതൊക്കെ എത്താതെ പോകുന്നുണ്ട് അത്തരം പ്രദേശങ്ങളിലൊക്കെ. അല്ല, നമ്മളിത് എത്തണമെന്ന് നിർബന്ധിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നത് ആസാമിലും ബീഹാറിലും ബംഗാളിലും കൃഷി ചെയ്യുന്നതുകൊണ്ടാണ്. അവരങ്ങനെ നിന്നാലേ അവിടെ കൃഷി നടക്കുകയുള്ളൂ. ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ കുറേ അങ്ങനെ വേണം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തത ഉണ്ട്. ഇതൊക്കെ ചൂഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ സാരിയിൽ പൂക്കൾ തുന്നിപ്പിടിപ്പിക്കുന്ന ഒരു ഗ്രാമമുണ്ട് വെസ്റ്റ് ബംഗാളിലെ. ഈ ശാന്തിനികേതൻ്റെ പരിസരങ്ങളിലൊക്കെ ഉള്ള ആദിവാസി മേഖലയിലൊക്കെ ഏറ്റവും നന്നായി ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർ തുന്നിപ്പിടിപ്പിച്ച സാരി ഡൽഹിയിലും അല്ലെങ്കിൽ ബോംബെയിലൊക്കെ എക്സിബിഷനിലൊക്കെ കൊടുത്തിട്ട് 50,000-60,000 പ്രദർശിപ്പിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ നല്ല വിലയുള്ള സാരികളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവർക്ക് കൊടുക്കുന്നത് 40-50 രൂപയാണ്. ചൂഷണമാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജൂട്ട് കൃഷി ചെയ്യുന്നത് ബീഹാർ, ബംഗാൾ ഇപ്പോൾ സ്റ്റേറ്റുകളിലാണ്. ഇവിടെ ഈ ജൂട്ട് മുഴുവൻ ഇവർ കൃഷി ചെയ്ത് വെള്ളത്തിലിറങ്ങി ഇത് നട്ട് അത് പറിച്ച് നാരെടുത്ത് അത് കൊടുത്ത് അത് ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് പോകുന്നത് എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഇവർക്ക് ദിവസം കൊടുക്കുന്നത് 40-50 രൂപയാണ്. പക്ഷെ അതിൻ്റെ ഇടനിലക്കാരായ ആളുകൾക്കും അതിൻ്റെ കുറഞ്ഞ ശതമാനം ആളുകൾക്കാണ് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ചൂഷണം ഒഴിവാക്കിയാൽ തന്നെ മതി സത്യത്തിൽ. ഇവരുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ ഇവരുടെ കഴിവുകളെ, ഇവരുടെ കൃഷി ചെയ്യാനുള്ള താല്പര്യത്തെയൊക്കെ നമ്മൾ ശരിക്ക് മുഖവിലക്കെടുക്കുകയും അവർക്ക് ജീവിക്കാനുള്ള വരുമാനം നമ്മൾ ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നവർ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അതാണ് നമ്മളാണ് ചൂഷണം ചെയ്യുന്നത്. പുറത്ത് നിൽക്കുന്നവർ അവരെ ചൂഷണം ചെയ്യാണ്. ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഭൂമി അവരുടെ അടുത്ത് നിന്ന് പാട്ടത്തിനെടുക്കും മുതലാളിമാർ. ഒരു ഗ്രാമത്തിൽ 2-3 മുതലാളിമാരുണ്ടാവും. എന്നിട്ട് ഇവർ ആ ഭൂമിയിൽ ഇവരെ കൊണ്ട് തന്നെ കൃഷി ചെയ്യിപ്പിക്കും. പാട്ടത്തിനെടുക്കുന്നത് ചെറിയ പൈസ, അപ്പോൾ ഒരുമിച്ച് കുറച്ച് പൈസ കിട്ടുമ്പോൾ അത് വാങ്ങും. എന്നിട്ട് ഇവരെ കൊണ്ട് തന്നെ പണിയെടുപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന എത്രയോ ശതമാനം അധികം വരുന്ന അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവർ വലിയ ലാഭത്തിന് വെക്കും.
അപ്പോൾ ഈ ചൂഷണം അവസാനിപ്പിച്ചാൽ മതി. പിന്നെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഏതെങ്കിലും പേടിപ്പിച്ച് നിർത്തുന്ന 2-3 ആളുകളുണ്ടാവും ഒരു വില്ലേജിൽ. അപ്പോൾ അവർ പറയുന്നിടത്ത് പിന്നെ വോട്ട് ചെയ്യുക എന്നുള്ളൊരവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുക. അപ്പോൾ എല്ലാ മേഖലയിലും ഈ ചൂഷണമാണ്, പേടിപ്പിക്കലാണ്, ഭീതിപ്പെടുത്തുകയാണ്. അത് മാറിയാൽ തന്നെ കുറേ മാറും. അത്തരം പിന്നെ വില്ലേജുകളിൽ അല്ലെങ്കിൽ ഇത്തരം ചേരി പ്രദേശങ്ങളിൽ എന്താണ് അവർക്ക് പിന്നെ അത്യാവശ്യമായി വേണ്ടതെന്നാണ് നജീബ്ക്ക് തോന്നിയിട്ടുള്ളത്? അത്യാവശ്യമായിട്ട് ഇപ്പോൾ പിന്നെ ബീഹാറിലൊരു വില്ലേജിൽ തീരെ വീടില്ലാത്ത കുറച്ച് ആളുകൾക്ക് വീട് വെക്കാൻ തീരുമാനിച്ചിരുന്നു. ഡൽഹിയിലെ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ തീരുമാനിച്ചു ഇങ്ങനെ കുറച്ച് വീട് വെക്കാൻ. അപ്പോൾ അതിലൊരാളെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അയാൾ കാട്ടിൽ ഈ ബെയിൽ എന്ന് പറയുന്നൊരു പഴമുണ്ട്, അത് അവിടുന്ന് കൊടുന്ന് കട്ട് ചെയ്ത് മുറിച്ച് സർബത്തുണ്ടാക്കി വിൽക്കലാണ് അയാളുടെ ജോലി. അപ്പോൾ അയാളെ വിളിച്ച് നിങ്ങൾക്ക് വീട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു 4 കാലിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് താമസിക്കുന്നത് ഇയാളും ഇയാളുടെ കുട്ടികളും കുടുംബവും. അപ്പോൾ അയാളോട് വീട് വെക്കണതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ 2 വീട് അപ്പുറത്ത് ഒരു വിധവയായ സ്ത്രീയുണ്ട്, അവർ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നതാണ്, അവർക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ ആദ്യം അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ട് മതി എനിക്ക് വീട് വെച്ച് തരാൻ. ഈ ആളുകളെ നമ്മൾ എന്തിനാണ് നന്നാക്കാൻ പോകണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു മനസ്സ് അവർക്ക് എവിടെ നിന്നുണ്ടായി? നമ്മളെത്ര കിട്ടിയാലും മതി വരാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെയൊക്കെ ജീവിതത്തിൽ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലും പോയാൽ കിട്ടാത്ത ഒരു അനുഭവമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പം നമ്മൾ പ്രാഥമികമായ നമ്മളിപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശിലെ അൽരാജ്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ്, അവിടെ 95% ആദിവാസികളാണ്. അവർ രാവിലെ കൃഷി ചെയ്യും, കൃഷിക്ക് പോവും, കൃഷി ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേക്ക് അവർ തിരിച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീടുകളിലൊക്കെ ഏറ്റവും വലിയ മുറി ധാന്യ മുറിയാണ്, അവരുടെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന മുറിയാണ്. ആഴ്ചയിലൊരു ദിവസം ഒരു ചന്ത ഉണ്ടാവും. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട വല്ല സാധനങ്ങളുണ്ടെങ്കിൽ അവർ കൃഷി ചെയ്ത സാധനങ്ങൾ, ഇപ്പോൾ കോഴിയാവാം, ആടാവാം, പശുക്കളാവാം, ധാന്യങ്ങളാവാം, എന്തെങ്കിലും കൊടുക്കുന്നു, തിരിച്ച് അവർക്ക് വേണ്ട വാങ്ങി വീട്ടിലേക്ക് വരുന്നു. മദ്യപിക്കുന്നത് പോലും അവർ ചെത്തിയ കള്ളാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഇത്തിരി കഴിച്ച് വീടിൻ്റെ ചുമരുകളിലൊക്കെ നല്ല ട്രൈബൽ ആർട്ടൊക്കെ കാണാം. നമുക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, നമ്മളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നു, വളരെ സമാധാനത്തിൽ ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ പലപ്പോഴും പത്രങ്ങളിലും ഒക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പേടിപ്പെടുത്തുന്ന ഏതെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ നജീബ്ക്ക് സന്ദർശിച്ചിട്ടുണ്ട്? ഉണ്ട്, കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആസാമിൽ ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് കലാപം ഉണ്ടായി. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അന്ന് നമ്മളവിടെ മെഡിക്കൽ ക്യാമ്പായിട്ട് പോയിരുന്നു. അവിടെ ആസാമിൽ കലാപം ഉണ്ടായ സമയത്ത് അപ്പോൾ ഒരു സ്കൂളിൽ 5000-6000 ആളുകളാണ് ഒരു ക്യാമ്പിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ അയൽവാസികളായ ആളുകൾ, അവിടെ ജാതിയോ മതമൊന്നുമില്ല, അവർ പരസ്പരം അതിനകത്ത് പോലും വളരെ സ്നേഹപൂർവ്വം കഴിയുകയാണ്. അപ്പോൾ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരന്തരീക്ഷം ഒരുക്കുക, എന്നിട്ട് കലാപം സൃഷ്ടിക്കുക, അത് ആര് എന്ത് എന്നുള്ളതൊന്നല്ല, താല്പര്യങ്ങളുള്ളവർ ചെയ്യുന്നൊരു പണിയാണത്. പക്ഷെ അവർ തമ്മിൽ ഇത്രയേ ഉള്ളൂ, ഈ അടുത്തടുത്ത് താമസിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും ബന്ധമൊക്കെ അത് നമുക്ക് അവിടെ ആ ക്യാമ്പുകളിലും കാണാം. ഇപ്പോൾ ഒരു മതത്തിൽപ്പെട്ട ആൾ താമസിക്കുന്ന ആൾ പലായനം ചെയ്ത് പോരുമ്പോൾ തൊട്ടടുത്തുള്ള മറ്റു മതസ്ഥരും അവരുടെ കൂടെ ഇറങ്ങി പുറപ്പെടുകയാണ്. ഞങ്ങളത് മറ്റു മതത്തിൽപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്, ഒരുമിച്ച് പോരുകയാണ്. ഇതുപോലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. മറിച്ച് ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. താല്പര്യങ്ങൾ വരുമ്പോൾ ആളുകളുടെ ഉള്ളിൽ വിഷം കയറ്റി ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നജീബ്ക്കയുടെ ഈ യാത്രയിൽ അങ്ങനെ മലയാളി സാന്നിധ്യം വല്ലാതെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, മലയാളികളുണ്ട്. ഇപ്പോൾ കൽക്കത്തയിലുണ്ട്, മലയാള സമാജമുണ്ട്. സിറ്റികളിലാണ്, ഗ്രാമങ്ങളിൽ കുറവാണ്. ഇപ്പോൾ ഗ്രാമങ്ങളിൽ അങ്ങനെ താമസിച്ച് വർക്ക് ചെയ്യുന്ന മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദയാബായി, മധ്യപ്രദേശിൽ ദയാബായി നരസിംഗ്പൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്, അവരവരുടെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നാസർ, വെസ്റ്റ് ബംഗാളിലെ ഹരിങ്കോല എന്ന് പറയുന്ന ഗ്രാമത്തിൽ. പുള്ളി അങ്ങനെ തീരുമാനിച്ചതാണ്, അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചതാണ്. അയാൾ
അയാളുടെ തൃപ്തിക്ക് അതാണ് വേണ്ടത്. ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ബംഗാളിൽ എത്തിപ്പെട്ടത്. ആ ഗ്രാമത്തിൽ ഇപ്പോഴും നാസർ അവിടെ തന്നെയാണുള്ളത്. ഒരു പിന്നെ ഒരു നമ്മളിവിടെ രാഷ്ട്രീയമായിട്ട് നേരത്തെ സൂചിപ്പിച്ചു നല്ല ബോധമുള്ള ആളുകളാണ്. ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ അങ്ങനെ പേടിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മറ്റുള്ള ആളുകൾ തീരുമാനിക്കുന്ന സാഹചര്യമൊന്നും കേരളത്തിലില്ല. നല്ല പ്രബുദ്ധരായ വോട്ടർമാരൊക്കെ ഉള്ള സ്ഥലമാണ്. അതിനും തീർത്തും വ്യത്യസ്തമായൊരു സാഹചര്യമാണ് അവിടെയൊക്കെ ഉള്ളതല്ലേ? പ്രബുദ്ധരാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ദാരിദ്ര്യം മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു കെടുതിയുണ്ട്. ആ ദാരിദ്ര്യം അവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. അവരവരുടെ പാട്ടിന് വിടുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അത് പിന്നെ എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ ഈ ആൻഡമാൻ ദ്വീപിൽ പോയാൽ ജറവകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങോട്ട് ഗവൺമെൻറ് പോലും മനുഷ്യരെ പുറത്തുനിന്ന് വരുന്ന മനുഷ്യരെ അങ്ങോട്ട് കടത്തി വിടുമ്പോൾ വളരെ ശ്രദ്ധയോടെ കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ട് അവരവരുടെ സുഖത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ആരും അങ്ങനെ പ്രത്യേകിച്ച് ഇടപെടാൻ പോയിട്ടില്ല. ഇവിടെ അതല്ലല്ലോ. ഇവിടെ നമ്മൾ ഇവരുടെ പ്രൊഡക്ടിവിറ്റിയെ ചൂഷണം ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഈ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള. ഇപ്പോൾ നജീബക്കയുടെ യാത്ര തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഇന്ത്യയിലെ ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തും പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഗ്രാമങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗ്രാമങ്ങളുടെ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഗ്രാമങ്ങളിൽ വന്ന മാറ്റങ്ങൾ, ജനങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ, കൃഷിക്കാർക്ക് വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ തിളങ്ങുന്നത് പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ ഓരോ ഇലക്ഷൻ കാലത്തും ഉയർന്നു വരാറുണ്ട്. അതൊക്കെ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വലിയ മാറ്റങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ടോയ്ലറ്റ് നമ്മളൊരു സ്ഥലത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഈ ടോയ്ലറ്റിൽ ഏറ്റവും വെള്ള നിറത്തിലുള്ള ക്ലോസറ്റാണ് ഫിറ്റ് ചെയ്തിരുന്നത്. ആ ക്ലോസറ്റ് ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. എന്നിട്ട് ആ ക്ലോസറ്റിൽ മലം പിന്നെ വിസർജിക്കാൻ ഉപയോഗിക്കാതെ മാറിയിരിക്കുക എന്നുവെച്ചാൽ അത്രയും വൃത്തിയുള്ളൊരു സ്പേസിൽ ഇരിക്കേണ്ടവരല്ല ഞങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഇന്നും ഉണ്ടെന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചരണം നടത്തി, വലിയ ക്യാമ്പയിൻ നടത്തി, വലിയ മുദ്രാവാക്യങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നമുക്ക് വർഷങ്ങളായിട്ട് നജീബ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അത്തരത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഒരിക്കലും കഴിയില്ല. ഒരു മാറ്റവും അങ്ങനെ പറയാൻ കഴിയില്ല. ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ആ തരത്തിലുള്ള. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് നമ്മൾ റോഡ് ഇപ്പോഴും മിദ്നാപൂർ എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ ഒരു ഡിസ്ട്രിക്റ്റ്, ആ മിദ്നാപൂരിലേക്ക് നമ്മൾ 4-4.5 മണിക്കൂർ കൽക്കത്ത സിറ്റിയിൽ നിന്ന് ബസ്സിൽ പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, ഈ ജൂട്ടിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമിത് നായിക് എന്ന് പറയുന്നത്. ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ട്രക്കറിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പോകുന്നത്. ബസ് ഇറങ്ങിയിട്ട് 1.5 മണിക്കൂർ ട്രക്കറിൻ്റെ മുകളിൽ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മരത്തിൻ്റെ പാലാണ്. സൈക്കിൾ മാത്രമേ പോവുള്ളൂ. എന്നിട്ട് ഈ സൈക്കിളിൽ ഞങ്ങൾ രണ്ടാളും കൂടി പോകാൻ അയാളുടെ അച്ഛൻ സൈക്കിളായിട്ട് വന്ന് നിന്നു. പക്ഷേ ഞങ്ങൾ നടന്നു പോകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നടന്നു പോയി. പിന്നെ ഒരു മൺപാതയിലൂടെ പോയി. പിന്നെ അങ്ങനെ പാടവരമ്പത്ത് കൂടെ ഒക്കെ പോയി. ഒരു മണ്ണിൻ്റെ ഒരു ചെറിയ വീടാണ്. അവിടെ എത്തിപ്പെട്ടപ്പോൾ കറണ്ടില്ല, ഒന്നുമില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചില സ്ഥലത്തൊക്കെ, ചില ഏരിയകളിലൊക്കെ വലിയ പാലങ്ങളും റോഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് അത് ഉപയോഗിക്കുന്നതും ഈ പറയുന്ന ഒരു വിഭാഗം ആളുകളാണ്. ഇതിനെ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതുകൊണ്ട് ഉപകാരപ്പെടുന്ന ആളുകളുമാണ്. ബിഗ് ഷോട്ട്സാണ് ആ മേഖല ഉപയോഗിക്കുന്നത്. ഗ്രാമങ്ങളിലുള്ളവരെന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 1 കിലോ മാങ്ങ 2 രൂപക്ക് നല്ല പഴുത്ത മാങ്ങ, ആ സാധനം നമ്മൾ പുറത്ത് എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 200-300 രൂപക്കാണ്. ഇവർ കൃഷി ചെയ്യുന്ന ഈ മാങ്ങയുടെ സീസൺ വരുമ്പോൾ ഇവർക്ക് 1 കിലോ മാങ്ങക്ക് കിട്ടുന്നത് 2-3 രൂപയാണ്. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. ഇവരുടെ ഉൽപ്പന്നങ്ങൾ, ഇവരുടെ മാൻ പവർ, അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള വഴികളെക്കുറിച്ചല്ല. അത്തരത്തിലുള്ളൊരു വികസനമാണ് സത്യത്തിൽ ഉണ്ടാവേണ്ടത്. ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥയാണോ ഇതിന് കാരണം? നമ്മൾ
കോഴിക്കോട് കളക്ടറായിട്ടുണ്ടായിരുന്ന PB സലീം സാർ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. അവിടെ ഈ ന്യൂനപക്ഷങ്ങളായ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്ഥാപനം എത്രയോ കോടി രൂപ മുടക്കി അവിടെ നിർമ്മിക്കുകയാണ്, ഒരു സ്ഥാപനം നിർമ്മിക്കുകയാണ്. ആകെ 3 കുട്ടികളെയാണ് അവിടെ കിട്ടിയതെന്നാണ് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവയർനെസ് ഇല്ല. അത്തരത്തിലുള്ള ഒരു ഇപ്പോൾ അരേരിയ, ബീഹാറിലെ അരേരിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അരേരിയ ഡിസ്ട്രിക്ട്, അതിനകത്തൊരു ഗ്രാമം. അവിടെ ആ സ്കൂളിൽ 27 അധ്യാപകരുണ്ട്. 27 അധ്യാപകരിൽ ഞങ്ങൾ ആ സ്കൂളിൽ ഒരു ദിവസം ചെന്ന സമയത്ത് 3 പേരാണ് അവിടെ അധ്യാപകരായിട്ടുള്ളത്. അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ 27 ആളും ഹാജരാണ്. ഓരോ വർഷവും 50ഉം 60ഉം കുട്ടികൾ ഡ്രോപ്പ് ഔട്ടാണ്. അവിടെ നമ്മളൊരു ഈ കോശി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഈ അരേരിയയുടെ ഒരു ഭാഗത്ത്. ഇപ്പോൾ കോശിയിൽ അവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകാത്തതിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ താല്പര്യമില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു 1 ടീച്ചർ സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു, ഏകാധ്യാപക വിദ്യാലയം. അപ്പോൾ ആ സ്കൂൾ തുടങ്ങിയിട്ടും കുട്ടികൾ വരുന്നില്ല. അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, നിങ്ങളൊരു നേരം ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ സ്കൂളിന് രാവിലെ നാസ്ത കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സ്കൂളിൻ്റെ പേര് തന്നെ നാസ്ത സ്കൂൾ എന്നാക്കി. സ്കൂളിന് നാസ്ത സ്കൂളിൽ നിന്ന് ഇട്ടപ്പോൾ കുട്ടികൾ വരാൻ തുടങ്ങി, ഭക്ഷണം കിട്ടി തുടങ്ങിയപ്പോൾ അങ്ങനെ വന്നു. എന്താ വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങളാണ്. ഇപ്പോൾ ഈ കോശി നദി കരകവിഞ്ഞൊഴുകി കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ മണ്ണ് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൃഷി ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ദാരിദ്ര്യം. എന്നിട്ട് ഈ വെള്ളം തങ്ങി നിൽക്കുമ്പോൾ അതിൽ ചെറിയ പരൽ മത്സ്യങ്ങൾ ഉണ്ടാവും, അത് പിടിക്കുക, അതിനെ വറുത്ത് തിന്നുക. അത് മാത്രമാണ് ആ സമയത്ത് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആസാമിലാണെങ്കിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകി മണ്ണിടിഞ്ഞ്, പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ആസാമിൽ നിന്ന് വെള്ളപ്പൊക്കം കഴിഞ്ഞ ആൾക്കാർ വരികയാണ്. പക്ഷെ അന്ന് നമ്മൾ ഇവരാട്ടി പായിക്കും, എന്തോ കക്കാൻ വരികയാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ബ്രഹ്മപുത്ര നദി എല്ലാ വർഷവും കരകവിഞ്ഞൊഴുകുമ്പോൾ പലായനം ചെയ്ത് പോവുക, പിന്നെയും തിരിച്ചു വരിക, അങ്ങനെ ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ നജീബ് യാത്ര തിരഞ്ഞെടുക്കുന്നത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചു പോകുന്നതാണോ, അല്ല യാത്രക്ക് സമയമായി എന്ന് തോന്നുമ്പോൾ ഇറങ്ങി പോകുന്നതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എൻ്റെ ഒരു നീഡ് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ല, നേരത്തെ കണ്ട് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഉള്ള ആൾക്ക് വീടില്ല, അതുകൊണ്ട് അവർക്ക് വീട് വെച്ചിട്ട് മതി എനിക്ക് തരിക. കുത്തുബ് മിനാറിനടുത്തുള്ള ചേരിയിൽ താമസിക്കുന്ന ആളുകൾ, ഇപ്പം നമ്മൾ വഴിയിലൊരാളിങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ പിടിച്ചിരുത്തുമോ? ഇപ്പോൾ നമ്മൾ ഈ സംസ്കാരം, മലയാളികൾക്ക് ഭയങ്കര സംസ്കാരം എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു നീഡ് തോന്നിയാൽ പിന്നെ നമ്മൾ പോവാം. ഇപ്പം അടുത്ത് ഞാൻ ധരംശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു. അവിടെ ഒരു ദീദി കോൺട്രാക്ടർ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്, 86 വയസ്സുള്ള. വാഹനങ്ങളൊന്നും പോകില്ല, ഒരു കുന്നിൻ്റെ മുകളിൽ അവർ അവൈലബിൾ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആർക്കിടെക്റ്റുകൾ വന്ന് ട്രെയിനിങ്ങിന് വരുന്നുണ്ട്, സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഇപ്പോൾ മണ്ണ്, കല്ല് ഇതൊക്കെ ഉപയോഗിച്ച് കിട്ടുന്ന മെറ്റീരിയൽസ്, മരം കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് വീടുണ്ടാക്കുന്ന ഒരു സംഭവം. അത്ര സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് നമുക്ക് ഒരു തടയിടാൻ പറ്റും. നമ്മളെ ശ്രദ്ധിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് അതാണ് യഥാർത്ഥത്തിൽ. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ആളുകളെ കണ്ടെത്താൻ നമുക്ക് പറ്റും. ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഈ യാത്രയിൽ അങ്ങനെ വളരെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന, അപ്പോൾ നേരത്തെ പറഞ്ഞ വളരെ പ്രയാസപ്പെട്ട ജീവിത നിലവാരത്തിൽ താമസിക്കുമ്പോഴും തൊട്ടപ്പുറത്തിലെ ആളിലേക്ക് വിരൽ ചൂണ്ടിയ അത്തരമൊരു അനുഭവമൊക്കെ, അങ്ങനെ വളരെ ഹൃദയസ്പർക്കായി തോന്നിയ യാത്രാ അനുഭവം എന്താണ്? എനിക്ക് ഞാനൊരിക്കൽ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹോട്ടലൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നാസറും ഞാനും ഒരുമിച്ചാണ്, ഒരു ചെറിയ മുറിയിലാണ് അന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പേരക്ക, അന്ന് നല്ല കൃഷി നടക്കുന്ന സമയമാണ്. പേരക്ക ഉണ്ട്, ഇടയ്ക്ക് കോഴിമുട്ട പുഴുങ്ങിയത് ഇങ്ങനെ സ്ത്രീകൾ കൊണ്ട് ഇങ്ങനെ വിറ്റ് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു 10-11 മണിയുണ്ടാവും, ഉച്ചയോട് അടുപ്പിച്ച് ഇങ്ങനെ ഇരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത ഇങ്ങനെ മനസ്സിൽ കുറച്ച് ദിവസമായിട്ട് ആ ഗ്രാമത്തിലുണ്ട്. അപ്പോൾ മോൾ എന്നെ വിളിച്ചു, എൻ്റെ ഫോണിൽ വിളിച്ചു.
അപ്പോൾ പിന്നെ എന്താ ഈ സമയത്ത് വിളിച്ചത്? ഒന്നുമില്ല, വെറുതെ നിങ്ങളെ ഓർമ്മ വന്നപ്പോൾ വിളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മൾ കൽക്കത്തയിലോ ബോംബെയിലോ ഡൽഹി അങ്ങനത്തെ സിറ്റികളിലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പറഞ്ഞ് വിളിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും. അപ്പോൾ ഇവള് പിന്നെ എല്ലാം നിങ്ങളെ ഓർമ്മ വന്നപ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഒരു പിന്നെ നമ്മളോടുള്ളൊരു അടുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് പറയുമ്പോൾ. അപ്പോൾ പറഞ്ഞു ഇവിടെ കുറേ പക്ഷികൾ വന്നിട്ട് പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് കുറേ പക്ഷികൾ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, കുളിക്കണമൊക്കെ ഉണ്ട്, അത് കണ്ടപ്പോൾ നിങ്ങളെ വിളിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ആ യാത്ര പുറപ്പെടുമ്പോൾ അവരോട് പറഞ്ഞത് മുറ്റത്ത് വേനൽക്കാലമാണ്, പാത്രത്തിൽ ദിവസേന വെള്ളം ഒന്ന് മാറ്റി എല്ലാ ദിവസവും ഒഴിക്കണം എന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ അതാണ് എൻ്റെ മോളെന്നെ ഓർത്തത്. നമ്മളവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഫീസ് കൊടുക്കുന്നുണ്ട്, നമ്മളവരെ കൂടെ യാത്ര പോകുന്നുണ്ട്, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മൾ മക്കൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും ഇല്ലാത്ത അപ്പോഴൊന്നും അത് ഓർത്തിട്ട് എൻ്റെ മകൾ എന്നെ ഓർത്തിട്ടില്ല. അപ്പം നമ്മളുടെ സഹജീവികളോട് കരുണ കാണിക്കുക, അല്ലെങ്കിൽ നമ്മളതിനെ സ്നേഹിക്കുക, പ്രകൃതിയോട് അടുപ്പം കാണിക്കാൻ ശ്രമിക്കുക, ഇതിനുള്ളൊരു ചെറിയ സൂചന കൊടുത്തപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മളെ ഓർത്തത്. ഇപ്പം നമ്മൾ ഇപ്പോൾ വിദേശത്ത് പോകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളോടൊപ്പം നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇത് കൈമാറാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു സാധനം, അത് ചിന്തിപ്പിച്ചൊരു സാധനം അത്. അപ്പം നമ്മൾ ഏത് പ്രതിസന്ധിയിലാവുമ്പോഴും ഇത്തരത്തിലുള്ളൊരു പ്രാക്ടീസിലേക്ക് നമ്മളെ കൊണ്ടുപോവുക, അതിൻ്റെ അത് സഹായിക്കും. ഈ വ്യത്യസ്തമായ മേഖലകളിൽ ഇപ്പോൾ യാത്രയിൽ വലിയൊരു അനുഭവം മാത്രമല്ല, നമുക്കൊരു നല്ല ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പഠനവുമാണ് യാത്രകൾ. നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഒരു കുത്തിക്കുറിച്ചൊരു പിന്നെ പുസ്തകമായി, യാത്രാനുഭവമായി പുറത്തിറങ്ങാനൊക്കെ ഉള്ള സാധ്യതയുണ്ടോ? ഞാനങ്ങനെ എന്താ പറയുക, അങ്ങനെ എഴുതണം എന്നോട് പലരും പറയാറുണ്ട് എഴുതാൻ. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ മാത്രമൊന്നും ഞാൻ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അതങ്ങനെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കായിരിക്കും. എന്തായാലും കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ ശരി. നന്മയെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും നന്മയുടെ വഴികളെക്കുറിച്ചുമാണ് നജീബ് കുറ്റിപ്പുറം ഇതുവരെ സംസാരിച്ചത്. ഇനിയും ഒരുപാട് കാലം നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നജീബ് കുറ്റിപ്പുറത്തിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥന ആശംസയായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.